C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതെങ്ങനെ പറ്റും? പറ്റണം. എന്ത് കാരണമായാലും ഇത് മുടക്കിയേ പറ്റൂ. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരേ ഒരാളേ ഉള്ളൂ. ആരുടെ കാര്യം മായച്ചു പറയുന്നത്? SK ഉപയോഗിച്ച് മാത്രമേ ഇത് തടയാൻ പറ്റൂ. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു അവസരം എന്തെങ്കിലും വരുമെന്ന് എനിക്കൊരു മുൻധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് SKയുടെ മനസ്സിൽ ഞാനൊരു വിഷസൂചി കുത്തിവെച്ചത്. ആ വിഷം ബാധിച്ചതിന്റെ ആദ്യത്തെ ഫലവും കണ്ടു. ജ്യോതിയെ തിരിച്ചു കൊണ്ടുവിട്ടിട്ടും SK പോയി അവളെ തിരിച്ചു കൊണ്ടുവന്നു. അത് DKക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ അന്ന് അത്ര പെട്ടെന്ന് അവളെ വീട്ടിൽ തിരിച്ചുകൊണ്ടുപോയി വിട്ടത്? DKയുടെ മനസ്സിൽ എന്തോ ഒരടുപ്പം അവളോട് തോന്നിയിട്ടുണ്ടാവണം. ഇനിയും ഒരുമിച്ച് ജീവിച്ചാൽ തന്റെ മനസ്സിൽ അവൾ കയറി ഇടം പിടിക്കുമോ എന്ന് DKക്ക് നല്ല സംശയമുണ്ട്. സുപ്രിയന്റിയെ മാത്രം ഓർത്ത് ജീവിക്കുന്ന DKക്ക് അത് സഹിക്കാൻ കഴിയില്ല. മനസ്സ് ഒരേ സമയം ആഗ്രഹിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. അങ്ങനൊരവസ്ഥയാണ് DKക്ക് സംഭവിച്ചതെന്നാ എന്റെ നിഗമനം. പക്ഷേ SKയെ സംബന്ധിച്ച് അതല്ല. ഇത്രയും നാൾ അനുഭവിക്കാത്ത സ്നേഹം കിട്ടിയപ്പോ ജ്യോതിയെ അവന് ജീവനായി. ആ ഇഷ്ടത്തിന്റെ നിറം എന്താണെന്ന് അറിയില്ല. എന്തായാലും അതൊരു ഏട്ടത്തിയമ്മയോടുള്ള ഇഷ്ടമല്ലെന്നാ എന്റെ ബലമായ സംശയം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ അടുത്തിടപഴകൽ DKക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതേ ഇറിറ്റേഷൻ തന്നെ SKക്ക് ഉണ്ട്. SKയുടെ മനസ്സിലുള്ള ആ ഇറിറ്റേഷൻ DKയോടുള്ള വിരോധമായിട്ട് മാറ്റണം. ഈ വെഡിങ് ആനിവേഴ്സറി അവൻ തന്നെ മുടക്കണം. അത് കൊള്ളാം, ഉഗ്രൻ ഐഡിയ. ഇത് വർക്കൗട്ട് ആവോ? എടാ ആക്കണം. മായേച്ച് വിചാരിച്ചാ അത് നടക്കും. നടത്തും. SKയെ കൊണ്ട് തന്നെ ഈ വെഡിങ് ആനിവേഴ്സറി ഞാൻ മുടക്കിയിരിക്കും. എന്താ ഒരു കള്ളലക്ഷണം? ആര് പറഞ്ഞു? എന്റെ ഉള്ളിൽ കള്ളത്തരമൊന്നുമില്ല. കള്ളത്തരമൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ടാണല്ലോ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ട് വിട്ടത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലായി? നിങ്ങളുടെ മനസ്സിലെ പേടി. എനിക്ക് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? പ്ലാനിങ് എല്ലാം നീയും അമ്മയും കൂടിയല്ലേ നടത്തിയത്? എന്നിട്ട് എല്ലാ തവണത്തെയും പോലെ അമ്മയെ മുന്നിൽ നിർത്തി വിചാരിച്ച കാര്യം നീ നേടിയെടുത്തു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒരു പ്ലാനിങ് നടത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യമാണെങ്കിൽ അതിലെനിക്ക് ഒരു പങ്കുമില്ല. അത് അമ്മയുടെ സ്വന്തം തീരുമാനം. അല്ല, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ സമ്മതിച്ചത്? ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്തി.
ഇത് അമ്മയ്ക്ക്. താങ്ക് യു മൈ ഡിയർ സൺ. എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. നീ തന്നെ എല്ലാവർക്കും കൊടുത്താ മതി. ആ വന്നല്ലോ എന്റെ മരുമക്കള്. ദേ ഇത് നിങ്ങൾക്ക് DK വാങ്ങിച്ച ഗിഫ്റ്റാ. ദാ പിടിക്ക്. ആ വലിയ കവർ നിനക്കുള്ളതാ. ഒന്ന് ശിവയ്ക്കുണ്ട്. ബാക്കി അവരെ ഏൽപ്പിച്ചാ മതി. അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? ദാ. ശിവ, നീ ഇതിനകത്ത് എന്തെടുക്കുക? നിനക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കൂടെ? ഓ വേണ്ട ഏട്ടാ, ഇവിടെ പലർക്കും എന്നെ കാണുന്ന തന്നെ പേടിയല്ലേ. ഇതിനകത്താണെങ്കിൽ ആരെയും കാണണ്ടല്ലോ. അതൊന്നും സാരമില്ലടാ. നീ അവരോടൊക്കെ കുറച്ചുകൂടി അടുത്ത് ഇടപഴകിയാ മതി. സ്നേഹത്തോടെ സംസാരിച്ചാ മതി. അവരുടെ പേടിയൊക്കെ മാറിക്കോളും. ദാ, ഇത് നിനക്കുള്ളതാ. എന്താ ഇത്? ഡ്രസ്സാണോ? അതെ, വെഡിങ് ആനിവേഴ്സറിക്ക് നിനക്കിടാനുള്ള ഡ്രസ്സായത്. ആരാ? ജ്യോതിയാണോ സെലക്ട് ചെയ്തേ? എന്താ, ഞാൻ സെലക്ട് ചെയ്താ നീ ഇടില്ലേ? അതല്ല, ജ്യോതിക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. എന്നേക്കാൾ വലിയ കോസ്റ്റ്യൂം സെൻസ് അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഏട്ടന് ജ്യോതി ഇതുവരെ മനസ്സിലാത്തോണ്ടാ. ഷീസ് അമേസിംഗ്. ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം? ഏട്ടൻ എന്നെ വഴക്കു പറയൂ? നീ കാര്യം പറ. ഏട്ടൻ ജ്യോതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ടല്ലേ ഏട്ടൻ ജ്യോതി അന്ന് വീട്ടിൽ തിരികെ കൊണ്ടുവിട്ടത്. ചില കാര്യങ്ങളിൽ എനിക്കിപ്പോഴും അവളുമായി യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലതിലെന്നല്ല, ഒരു കാര്യത്തിലും ഏട്ടന് ജ്യോതിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നാ എനിക്ക് മനസ്സിലായത്. ഈ വെഡിങ് ആനിവേഴ്സറി ഏട്ടൻ സന്തോഷത്തോടെ തന്നെയാണോ നടത്താൻ തീരുമാനിച്ചത്? അമ്മയുടെ നിർബന്ധമാണ് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇന്നുവരെ അമ്മ പറയുന്ന ഒന്നിനും എതിര് നിൽക്കാറില്ല ഞാനെന്ന് നിനക്കറിഞ്ഞൂടെ? ജ്യോതി ഈ വീട്ടിൽ ഒരു വലിയ പോസിറ്റീവ് എനർജിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയ്ക്ക് പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സുപ്രിയേട്ടത്തിൽ മാത്രമാണ്. നിന്റെ കാര്യങ്ങളൊക്കെ ജ്യോതി കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ തോന്നും എന്ന് കരുതി എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലെന്നല്ല. പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സുപ്രിയയുടെ സ്ഥാനത്ത് വേറൊരാൾ. ആലോചിക്കാനേ പറ്റുന്നില്ല. എങ്കിപ്പോ എന്നെ ഏട്ടന് ജ്യോതിയെ ഡിവോഴ്സ് ചെയ്തൂടെ? എന്തിനാ വെറുതെ ഒരാളുടെ ജീവിതം കൂടി കളയുന്നത്? ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. അമ്മയുടെ ആഗ്രഹം അമ്മയുടെ കണ്ണടയും വരെ അവൾ ഈ വീട്ടിലുണ്ടായിരിക്കും. സത്യമാണ് DK ഇപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങളെല്ലാവരും കുട്ടികളാണെന്നാ. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഉണ്ട്. അത് DK മനസ്സിലാക്കണം. ദയവ് ഇത്
ഞങ്ങളുടേതായ കുടുംബ പ്രശ്നങ്ങളില് ഇടപെടരുത്. അതെന്താ ഇടപെട്ട? ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തന്നത് ഡി കെ അല്ലേ? നമ്മളൊക്കെ ഡി കെയുടെ മരുമക്കളായിട്ട് അന്തസ്സോടെയാ വീട്ടിൽ ജീവിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും നമ്മളെ കാണുന്നതും അങ്ങനെ തന്നെയാ. അപ്പൊ നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കേണ്ടത് ഡി കെ തന്നെയാ. അങ്ങനെയാണെങ്കിൽ നമുക്കിടയിലെ ആദ്യത്തെ പ്രശ്നം ഡി കെ പരിഹരിക്കട്ടെ. എന്ത് പ്രശ്നം? ഞങ്ങളൊക്കെ ഈ വീട്ടിലെ ആരാ? ഡി കെയുടെ മരുമക്കൾ എന്നുള്ള പേരല്ലാതെ എന്താ ഞങ്ങൾക്കിവിടെ ഉള്ളത്? ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടേതായ ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഡി കെ, ഗോകുൽ പറഞ്ഞതിലും കാര്യമുണ്ട്. ഡി കെയുടെ തണലിൽ മാത്രം ഞങ്ങൾ എത്ര കാലം ജീവിക്കും? അതിന് ഞാൻ എന്ത് വേണമെന്നാ നിങ്ങളിപ്പോ പറയുന്നത്? ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് തരണം. സ്വത്തിന്റെ കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവരുടെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ ഇതെല്ലാം? അല്ലെങ്കിൽ തന്നെ എത്ര കാലം ഞങ്ങൾക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റും? എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. നാളെ ഒരു വഴക്കിട്ട് പിരിയുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ സന്തോഷത്തോടെ പടിയിറങ്ങുന്നതല്ലേ? അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോണം. സ്വത്തുക്കൾ വേണം. തരാം. നിങ്ങൾ പറഞ്ഞ ശരിയാ. നിങ്ങളുടെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് തന്നെയാ ഇതെല്ലാം. അത് നിങ്ങൾക്ക് തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും നിങ്ങളായിട്ട് ചോദിച്ചല്ലോ, കാര്യായി. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങൾക്ക് തരാതെ ഞാൻ ഈ സ്വത്തുക്കളെല്ലാം കൈയടക്കി വെക്കുമെന്നു? നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തന്നെ തരും. പിന്നെ പരസ്പരം പിരിഞ്ഞു പോകാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചത് അമ്മയുടെ കണ്ണടയും വരെ എല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്ന അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടിയാ. നിങ്ങളോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ടാ. എന്തിനാടാ ഇവരുടെ മുന്നിൽ ഇങ്ങനെ താന്നു കൊടുക്കുന്നത്? ആർക്കാടാ അമ്മയുടെ അവകാശം വേണ്ടത്? നിനക്കൊക്കെയാണോ? നിങ്ങളുടെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതിന്റെ വേദന സഹിക്കാൻ മേലച്ചിട്ടാ നിങ്ങളുടെ മുത്തച്ഛൻ ചങ്ക് പൊട്ടി മരിച്ചത്. ചുറ്റും കടവും വീട്ടിൽ പട്ടിണിയും കണ്ണുനീരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ കാണുന്നതെല്ലാം എന്റെ മോൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചുണ്ടാക്കിയതാ. അതിൽ നിനക്കൊന്നും ഒരവകാശവും ഇല്ല. ഇവനെന്തെങ്കിലും തന്നാൽ ദാനമായിട്ട് കൈനീട്ടി വാങ്ങിച്ചോണം. എന്റെ മകന്റെ മുന്നിൽ വന്നൊന്ന് സ്വത്ത് ചോദിക്കാൻ മാത്രം വളർന്നോ നീയൊക്കെ? എന്നാ കേട്ടോ, ആർക്കൊക്കെ എന്തൊക്കെ തന്നോന്ന് ഞാൻ തീരുമാനിക്കും. കേറി പോയില്ല. മോനെ ദേവ, നിന്റെ ചുറ്റിനും നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്കെല്ലാം അവരുടെ കാര്യം മാത്രമേ കാണൂ. നീ ഒന്ന് വീണ് പോയാൽ നിനക്കൊരു താങ്ങാവാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ നിന്റെ ഈ വൈഫ് മാത്രമേ കാണൂ. മോനെ, സ്നേഹം കൊടുക്കുമ്പോ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ പഠിക്കണം മോനെ. അമ്മയ്ക്ക് നൈസാൻ വേണ്ടി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. രണ്ടാളും കൂടെ കടിച്ചു കീറാൻ നിൽക്കണ്ട.
ഗെറ്റ് റെഡി. രണ്ടുപേരും വേഗം റെഡി ആയിട്ട് വാ. അമ്പലത്തിൽ പോണം. ഞാനൊന്നും പറഞ്ഞില്ല. നോ, ദിസ് ഇസ് മൈ തീരുമാനം. ഐ ടെൽ യു ഒബേ. ഓക്കെ? വേഗം റെഡി ആയിട്ട് ഇങ്ങ് വന്നേക്കണം. ആ റെഡി. കം ഫാസ്റ്റ്. ഓക്കെ? ശരി അമ്മ. നീ എന്തിനാ അമ്മയോട് പറയുന്നത്? അമ്മ പറഞ്ഞ കേട്ടല്ലോ, ഇന്നത്തെ ദിവസം വെഡിങ് ആനിവേഴ്സറിയാ. അതുകൊണ്ട് ചേട്ടൻ ഈ ചായ കുടിച്ചിട്ട് വേഗം റെഡിയാവാൻ നോക്ക്. ഞാനും റെഡി ആയിട്ട് വരാം. ഇത് സത്യമാണോ താരെ? DK അങ്ങനെ ചെയ്യൂ? അതോ അവളുടെ കൂടെ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ മായേച്ചി. അവൾ എന്തോ ചെയ്ത് DK മയക്കിയിട്ടുണ്ട്. എനിക്കത് ഉറപ്പായി. അപ്പോ അവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അമ്മയെ കൊണ്ട് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യിച്ചതും അവള് തന്നെയായിരിക്കും. അവൾ ഒറ്റ ഒരുത്തി കാരണവാ പ്രോപ്പർട്ടി ഭാഗമേക്കൽ നടക്കാതിരുന്നത്. അവളല്ലല്ലോ, അമ്മയല്ലേ എതിർത്തത്. മായേച്ചി എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അമ്മ എതിർത്തതൊക്കെ അവളുടെ പ്ലാനിങ് തന്നെയാ. അവള് പറയുന്നതല്ലേ അമ്മ കേക്കൂ. DK മനസ്സുകൊണ്ട് സമ്മതിച്ചതാ. അതിനിടയില് അമ്മ വന്ന് കയറിയത് ആകെ കുഴപ്പമായത്. നമ്മളെ കുഴപ്പത്തിലാക്കിയിട്ട് അമ്മ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നു. ഇത് നടക്കരുത് മായേച്ചി. എങ്ങനെയെങ്കിലും ഈ വെഡിങ് ആനിവേഴ്സറി മുടക്കണം. മായേച്ചി എന്താ ആലോചിക്കുന്നത്? എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞ മായേച്ചി. ഒരു വർഷം DK ചതിച്ചു കല്യാണം കഴിച്ച് അവൾ ഈ വീട്ടിൽ കയറിയിട്ട് ഒരു വർഷമാകുന്നു. ഇതിനിടയില് പലവട്ടം DK അവളെ ഇവിടെ ഇറക്കി വിട്ടു. എന്നിട്ടും പോയതിനേക്കാൾ വേഗത്തിൽ ഓരോ തവണയും അവൾ തിരിച്ചു വന്നു. ഒടുവിൽ പേടിച്ചത് തന്നെ സംഭവിച്ചു. അവള് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ഭീഷണിയായി വളർന്നു. ഇനി ഈ വെഡിങ് ആനിവേഴ്സറി കൂടി കഴിഞ്ഞാ പിന്നെ ഒരിക്കലും അവൾ ഇവിടുന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് നടക്കരുതെന്ന്. ഇല്ലടി, എന്ത് സംഭവിച്ചാലും ഈ വെഡിങ് ആനിവേഴ്സറി ഞാൻ മുടക്കിയിരിക്കും. ഈ അമരാവതിയിൽ നമുക്ക് മേൽ ഒരധികാരവും സ്ഥാപിക്കാൻ അവളെ നമ്മൾ സമ്മതിക്കില്ല. അഥവാ ഇത് നടന്ന പണ്ടത്തെ പോലെ അല്ല. DK അവളും പരസ്പരം അടുക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. ഒരുങ്ങട്ടെ. ഒരുക്കങ്ങളെല്ലാം എങ്ങനെ അവസാനിക്കുമെന്ന് ഈ മായ കാണിച്ചു കൊടുക്കാം. മാഡം ആകെ സമനില തെറ്റിയ അവസ്ഥയില്ല. ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ച് മാഡത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും തമ്പി? അവരുടെ സകല സമാധാനവും കെടുത്തിക്കളയാൻ തക്ക ഉഗ്രശേഷിയുള്ള ബോംബല്ലേ ഭ്രാന്താശുപത്രിയിൽ നിന്ന് വന്ന് നിൽക്കുന്നത്. ഈ സാരി ജ്യോതിക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട്. ഇത് അലമാരിയിലിരുന്നതാ. സുപ്രിയയുടെ സാരിയാന്ന് തോന്നുന്നു. അയ്യോ, DK അറിയണ്ട. അതെ അതെ, ഈ പൊട്ട് കൊള്ളില്ല കേട്ടോ. സാരിക്ക് മാച്ച് ആവുന്ന പൊട്ടിടണം.
മെച്ചപ്പെട്ടു വയ്ക്കാം. ഇപ്പൊ കൊള്ളാം. അതെ, അമ്മ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടു. സത്യാണോ? പിന്നല്ലാതെ ഞാനല്ലേ നിങ്ങളുടെ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തേ. ഷോ വേണ്ടായിരുന്നു. ആ ഹിറ്റ്ലറിനെ അത് കണ്ടു വേണം അലറി ബഹളം വയ്ക്കാൻ. അതെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ ഡിയർ സൺ ആൻഡ് ഡോട്ടർ എന്ന് നല്ല വലിയ അക്ഷരത്തിൽ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഷോ എന്തിനാ ചിത്ര ഇതൊക്കെ? നേർച്ചക്കോഴിയല്ലേ ഞാൻ. എപ്പോഴാ കഴുത്ത് മുറിച്ച് കൊല്ലുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡികെയുടെ ഭാര്യ പദവി വെറൊരു കരാർ ജോലി മാത്രം. ഏത് നിമിഷവും ഭാര്യയുടെ എല്ലാ അലങ്കാരങ്ങളും പിടിച്ചു വാങ്ങി ഡികെ എന്നെ പറഞ്ഞുവിടും. അതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല ജ്യോതി. നിങ്ങളെ തമ്മിൽ ചേർത്തത് ദൈവം തന്നെയാ. ഇനി അത് പിരിക്കണമെങ്കിലും ദൈവം തന്നെ വിചാരിക്കണം. പുള്ളിക്കാരന് ഓരോന്നിനും ഓരോ പ്ലാൻ ഉണ്ട് ജ്യോതി. നോക്കണ്ട, ഇത് അലമാരയിലിരുന്നൊരു സാരിയാ. അല്ലാതെ ഇന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് നിങ്ങൾ പുതിയ സാരി ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സുപ്രിയയുടെ സാരി ഉടുക്കാന്നാണോ? വേണ്ട, ഈ സാരി ഉടുക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. മര്യാദയ്ക്ക് അയച്ചു വെക്കുന്ന നിനക്ക് നല്ലത്. ഡികെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്? സുപ്രിയന്റെ സാരി ജ്യോതി ഒന്ന് ഉടുത്തെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ സാരി അമ്മയെ ജ്യോതിക്ക് എടുത്തു കൊടുത്തത്. എസ് കെ, ജ്യോതി എസ് കെ ഇങ്ങനെ അവഗണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ മനഃപൂർവ്വം എസ് കെ വരണ്ടെന്ന് പറഞ്ഞത് തന്നെയാ. ഞാൻ കരുതിയത് എസ് കെക്ക് ജ്യോതിയോടുള്ളതുപോലെ ജ്യോതിക്ക് എസ് കെയോട് സ്നേഹമുണ്ടെന്ന് തന്നെയാ. എന്റെ കണക്കുകൂട്ടല് തെറ്റായിരുന്നു എന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ജ്യോതി എസ് കെയോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരായുധമായിട്ടാ അവൾ ഇതുവരെ എസ് കെയെ കണ്ടത്. ഇനി ഈ വെഡിങ് ആനിവേഴ്സറിയും കൂടി കഴിഞ്ഞാ പിന്നെ ജ്യോതി എസ് കെയെ തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല. അതിനൊരു വഴിയേ ഉള്ളൂ. ഈ വെഡിങ് ആനിവേഴ്സറി ഒരിക്കലും നടക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അത് മുടങ്ങണം. അത് നടന്ന ജ്യോതി എസ് കെ പൂർണ്ണമായി ഉപേക്ഷിക്കും. ഇപ്പൊ തന്നെ എസ് കെയും കൂടി വരട്ടെ എന്ന് ജ്യോതിക്ക് അവരോട് പറയാമായിരുന്നു. എന്നിട്ടും പറഞ്ഞില്ല. അമ്മ പോലും ഇപ്പൊ അവരുടെ പക്ഷത്തായിപ്പോയി. ജ്യോതി കാണിക്കുന്ന സ്നേഹം അഭിനയമാണ്. എസ് കെ ഒരിക്കലും ഈ ആനിവേഴ്സറി നടത്തരുത്. എസ് കെയുടെ മനസ്സിനെ വേദനിപ്പിച്ച് അവൾ ഡികെയെ നേടിയെടുത്തു. എങ്ങനെയെങ്കിലും ഈ വെഡിങ് ആനിവേഴ്സറി ഒഴിവാക്കിയേ പറ്റൂ.
ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണല്ലേ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി സ്വാമി? കാഞ്ഞിരത്തിൻ കുരു കഴിച്ച പോലുള്ള ഈ മുഖം കണ്ടാൽ അറിയില്ലേ? കുഞ്ഞേ, വിശ്വസിക്കാം അവിശ്വസിക്കാം. ഒരാളുടെ മുജ്ജന്മത്തിന്റെ കണ്ണാടിയാണ് നാഡീജ്യോതിഷം. നാം ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ജന്മഫലങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. മനസ്സിലായില്ല അല്ലേ? മുജ്ജന്മം മാത്രമല്ല, വരാൻ പോകുന്ന ജന്മവും ഇനി നിങ്ങൾ ജനിക്കാൻ പോകുന്ന സ്ഥലവും നാമവും എല്ലാം മുൻകൂട്ടി എഴുതപ്പെട്ടിരിക്കുന്നു. ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ആരുടെയും ജീവിതത്തിൽ അതുപോലെ സംഭവിക്കുന്നില്ല. സ്വാമി, എനിക്ക് ഇവരെ കുറിച്ച് അറിയാനുള്ളത്. രണ്ടുപേരുടെയും ജനനത്തീയതിയും സമയവും വർഷവും പറഞ്ഞോളൂ. ഇനി നിങ്ങളുടെ തള്ളവിരലിന്റെ മുദ്ര ഇതിലേക്ക് പതിപ്പിക്കണം. പുരുഷന്റെ വലത് കൈയുടെ തള്ളവിരലും സ്ത്രീയുടെ ഇടത് കൈയുടെ തള്ളവിരലും പതിക്കാം. അതാണ് ശാസ്ത്രം. മായേച്ച് കാണിക്കുന്നതിനെല്ലാം കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല. ചിത്ര, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണത്. ഇപ്പൊ നീ ജ്യോതിയോടൊപ്പം ചേർന്ന് ഞങ്ങളെ എതിർക്കരുത്. സത്യം പറയുന്ന എങ്ങനെയാ എതിർപ്പാവുന്നേ? സ്വന്തം നേട്ടത്തിന് വേണ്ടി DK SK തമ്മിൽ തെറ്റിക്കാൻ ജ്യോതി ഉപയോഗിക്കുന്നത് അന്യായമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ന്യായോ അന്യായൊക്കെ തീരുമാനിക്കാൻ നീ ആരടി? മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നീ വിവരം അറിയും. അതെ, ഈ വല്ലവർക്ക് വേണ്ടി എന്നോട് കൈക്കരുത്ത് കാണിക്കാൻ വരല്ലേ ബാലു? അത് ആണുങ്ങൾക്ക് ചേർന്നതല്ല, അത് ഓർക്കുന്നത് നല്ലതാ. അഹങ്കാരം അവളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുക. ജ്യോതിയുടെ മാനേജർ ഇപ്പോ അവളല്ലേ? ബാലു, ഇതിന്റെ പേരില് നീ ഇനി അവളോട് വഴക്കിനൊന്നും പോണ്ട. അത് കൂടുതൽ കുഴപ്പാവും. നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് അതല്ല ബാലു. ഈ വെഡിങ് ആനിവേഴ്സറി നടക്കരുത്. ഇനി അത് നമ്മൾ വിചാരിച്ച എങ്ങനെ സാധിക്കും? അത് മാത്രമല്ല മായേച്ചി, ഇത് ജ്യോതിയുടെ തീരുമാനം. DK പോലും അതിനെതിരെ നിൽക്കാത്ത സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ ഇതിനെ തടയും? വഴിയുണ്ട്. കൂടെ നിന്ന് വേണം അവൾക്കിട്ട് പണി കൊടുക്കാൻ. അതിന് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം. ഇത് DKയോടുള്ള എതിർപ്പല്ല, അവളോടുള്ള പകയാണ്. ഇനിയും വിട്ടുകൊടുത്താ പിന്നെ അവളുടെ മുൻപിൽ കാലാകാലം നമ്മൾ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. എന്താ, നിങ്ങൾ രണ്ടുപേരും ഒപ്പം നിൽക്കില്ലേ? ഞങ്ങളുണ്ട്, എന്തിനും. എങ്കിൽ ഇത് മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി. തർക്കമൊന്നും വേണ്ട, രാജകുമാരി തന്നെ. കേട്ടല്ലോ, ഇപ്പൊ എന്തായി? കുശനിക്കാരന് സമാധാനായോ? അദ്ദേഹത്തെ അങ്ങനെ കളിയാക്കണ്ട. കൊട്ടാരത്തിലെ പാചകക്കാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ കുട്ടിക്ക്? ഉന്നത കുലജാതനായ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, പണ്ഡിതൻ, സമാധാരണീയൻ, അതിലുപരി രാജാവിന്റെ അടുപ്പക്കാരൻ. അല്ലാതെ സാധാരണ കുശിനിക്കാരനല്ല. സ്വാമി, പറയുന്നോണ്ടൊന്നും തോന്നരുത്. എനിക്ക് ഇത്തരം തട്ടിപ്പിലൊന്നും ഒരു വിശ്വാസമില്ല.
ടൈസൺ, വാട്ട് ഹാപ്പൻ? എന്താണ് ഇതൊക്കെ? എന്ത് പറ്റി? എന്റെ കുഞ്ഞിനെ എന്താടാ പറ്റിയത്? എന്താ ശിവ, എന്താ പറ്റിയേ? സർ എന്താ? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അതിക്രമിച്ചു കയറി സിനിമാ നടി അമലാദാസിന്റെ അമ്മയെ ആക്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. ഇതാണ് കേസ്. ഇല്ല ഏട്ടാ, എന്നെ വിശ്വസിക്കണം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. DK, സംഗതി അല്പം സീരിയസ്. എനിക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ആ സ്ത്രീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവനെ അവര് റിമാൻഡ് ചെയ്തേനെ. എന്തിനാണ് മോനെ നീതി ചെയ്തത്? അമ്മേ, ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല. ആരൊക്കെ ചേർന്ന് എന്നെയാണ് ഉപദ്രവിച്ചത്. അയ്യോ, അവരമ്മ എന്നെ തല്ലിയത്. അയ്യോ മോനെ. ഏട്ടാ, ഞാൻ പറയുന്നത് സത്യം ഏട്ടാ. ആ സ്ത്രീയെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, ആരെയും കൊല്ലാനും ശ്രമിച്ചിട്ടില്ല. നിന്നോട് അവിടെ പോകാൻ ആര് പറഞ്ഞു? ഇഡിയറ്റ്. ഏട്ടാ, മിണ്ടരുത് നീ. നിനക്കെന്താ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാര്യം? എന്തിനാ നീ അവിടെ പോയത്? ഇതുവരെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും പോരെ നിനക്ക്? ആ പെണ്ണിന്റെ പിന്നാലെ നടന്ന് ജീവിതം ഈ നിലയിലായി. എന്നിട്ട് മതിയായില്ലേ നിനക്ക്? കഴിഞ്ഞതൊക്കെ ഇനിയും ആവർത്തിക്കാനാണോ നിന്റെ ഉദ്ദേശം? മതി ശിവബാബ, നമുക്ക് അകത്തേക്ക് പോ. മാറിക്കടി. നീ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. ഞാനോ? ദേവ, അവനൊരു അബദ്ധം പറ്റിയതായിരിക്കും. മോനെ ശിവ, നീ അകത്ത് കയറിപ്പോ. എല്ലാവരും കൂടി ലാളിച്ച് വഷളാക്കിക്കോ. ഇവൻ ചെയ്യുന്നതിന്റെ എല്ലാം ദുരന്തം അനുഭവിക്കുന്നത് ഞാനല്ലേ? ജീവിതം പോയത് എന്റെ അല്ലേ? ഇനിയും ഭ്രാന്താശുപത്രിയിലേക്ക് തിരിച്ചു പോകാനാണോ നിന്റെ ഉദ്ദേശം? അതിനാണോ അവിടെ ചെന്ന് ഈ ബഹളം ഉണ്ടാക്കിയത്? ഏട്ടാ, ഞാൻ ഒരു ബഹളം ഉണ്ടാക്കിയില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഏട്ടനൊന്ന് കേൾക്കണം. നീ പറഞ്ഞതെല്ലാം ഒരുപാട് തവണ ഞാൻ കേട്ടു. ഇനിയില്ല. നിന്റെ ഭ്രാന്തിന് കൂട്ടുനിൽക്കാൻ ഇനി ഇവിടുന്ന് ആരെയും പ്രതീക്ഷിക്കണ്ട. നിന്റെ കുട്ടികളിക്ക് കൂട്ടുനിന്നു പോയതിന്റെ പേരില എന്റെ സുപ്രിയയുടെ ജീവിതം പൊലിഞ്ഞത്. ഇനി ഞങ്ങൾ ആരുടെ ജീവനാണ് നിനക്ക് ബലി കൊടുക്കേണ്ടത്? എന്റെ പൊന്നു ചേട്ടാ, ഇനി അവനെ ഇങ്ങനെ വഴക്ക് പറയല്ലേ. നിങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ആ പെണ്ണും പിള്ളയും പോലീസും പറയുന്നതാണ് ശരിയെന്ന് നമുക്കറിയില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് ശിവ തന്നെ പറയട്ടെ. പറയൂ ശിവ, സത്യത്തിൽ എന്താ ഉണ്ടായത്? ശിവ, ശിവ,
സുപ്രിയ, ഒരു നിമിഷം മനസ്സൊന്ന് കൈവിട്ടുപോയി. അവനെ തല്ലിയത് ശരിയല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ പറ്റിപ്പോയി. അവനിപ്പോ എന്നോട് പിണക്കത്തില. എന്നെ മുറി കയറാൻ സമ്മതിക്കാതെ കഥകടച്ചു കളഞ്ഞു. സങ്കടം കൊണ്ടാ. എനിക്ക് അത് മനസ്സിലായി. ഒരു സോറി പറയാൻ പോലും അവൻ എന്നെ അനുവദിച്ചില്ല. നീ പറയൂ സുപ്രിയ, ഞാൻ എന്ത് ചെയ്യണം? സത്യത്തിൽ എനിക്ക് പേടിയാ. ഇനിയും അവനെ ഭ്രാന്താശുപത്രിയിലേക്ക് തള്ളിവിടാൻ വയ്യ. അവൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയെന്നറിഞ്ഞപ്പോ തല്ലിപ്പോയത്. ഐ ആം സോറി സുപ്രിയ, പറ്റിപ്പോയി. എന്തുപറ്റി? സോറി പറയാൻ ചെന്നിട്ട് പറഞ്ഞില്ലായിരുന്നോ? SK വാതിലടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നു. പിന്നെ സുപ്രിയോട് പോയി സങ്കടം പറയുന്നത് ഞാൻ കണ്ടു. അന്നേരം പിന്നെ ഞാൻ മുന്നിൽ വരാഞ്ഞത് നിങ്ങൾക്കതിന് കൂടുതൽ സങ്കടമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നീ കേട്ടതും കണ്ടതും ഒക്കെ ശരിയാ. അവൻ വാതിലടച്ചു കളഞ്ഞു. അവന്റെ ഭാഗം കേൾക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. അവന് പറയാനുള്ളതെങ്കിലും ഞാൻ കേൾക്കണമായിരുന്നു. ഇത് തന്നെയാ ഹിറ്റ്ലറെ നിങ്ങളുടെ കുഴപ്പം. അത് SKയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും നിങ്ങൾ എടുക്കുന്ന നിലപാട് ഇത് തന്നെയാ. ഒരാളുടെ അഭിപ്രായമോ അവർക്ക് പറയാനുള്ളതോ നിങ്ങൾ കേൾക്കത്തില്ല. നിങ്ങളുടെ തീരുമാനം എല്ലാവരെയും അങ്ങ് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ശരിക്കും ഒരു വൃത്തിയായിട്ട മനുഷ്യനാ നിങ്ങള്. അല്ലെങ്കിലും ഈ കുശനിക്കാർക്ക് ഇത്രയും ബോധമൊക്കെ അല്ലേ ഉണ്ടാവാറുള്ളൂ. ആ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അതിങ്ങനെ എപ്പോഴും ആവർത്തിക്കണമെന്നില്ല. അയ്യോ സോറി ചേട്ടാ, എനിക്കൊരു കുഴപ്പമുണ്ട്. ആരെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും പറഞ്ഞാ പിന്നെ ഞാനതങ്ങ് മാർക്കത്തേയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടേയിരിക്കണം. അത് നല്ല തല്ല് കിട്ടാത്തന്നെ കേടാ. കേടടി ബേക്കറിക്കാരി. ചൂടാവല്ലേ ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ അച്ഛൻ എന്നെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. കല്യാണം കഴിച്ചപ്പോഴോ ഭർത്താവ് SK ചുമ്മാതെ ഒന്ന് കത്തിച്ചു വിട്ടതാ. ഒരു ടെസ്റ്റ് ഡോസ്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടി. പക്ഷേ ഇനി അതിന്റെ ഫുൾ റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടിയിലാണ്. അത് ഓർക്കുമ്പോ തന്നെ കുളിര് കയറുവാ. SK എന്തായാലും വെഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കില്ല. പങ്കെടുക്കരുത്. അനിയൻ എവിടെയെന്ന് എല്ലാവരും ചോദിക്കും. അതിനും മറുപടിയില്ലാതെ DK നിന്ന് വിയർക്കും. ഒടുവിൽ DK തന്നെ ശിവയെ വിളിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ SK സമ്മതിക്കില്ല. അഥവാ സമ്മതിച്ചാലോ? ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം ശിവ തകർത്ത് തരിപ്പണമാക്കും. അതെങ്ങനെ? അതൊക്കെ ഉണ്ട് താരേ. എന്റെ കണക്ക് കൂട്ടല് ഒരിടത്തും തെറ്റിയിട്ടില്ല. ഇവിടെയും ഞാൻ കണക്ക് കൂട്ടിയത് തന്നെ സംഭവിക്കും. ഒരുപക്ഷെ അതിനപ്പുറവും സംഭവിക്കും. മായച്ചി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് സംഭവിക്കാന്നായി പറയുന്നത്? അതെനിക്കും അറിയില്ല. പക്ഷേ ഒന്നുറപ്പാ,
ഇനി ഒരിക്കൽ കൂടി DKയുടെയും ജ്യോതിയുടെയും വെഡിങ് ആനിവേഴ്സറി ഈ അമരാവതിയിൽ ആഘോഷിക്കില്ല. അതിന് പറ്റിയൊരു മൂഡിലല്ല ഞാൻ. ഇന്ന് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയില്ലേ? ശിവയെ ഞാൻ തല്ലുക വരെ ചെയ്തു. ആ മാനസികാവസ്ഥയിൽ എനിക്ക് എങ്ങനെ ഇത് ആഘോഷിക്കാൻ പറ്റും? കിട്ടിയ അവസരം നോക്കി ഹിറ്റ്ലർ ഇത് പൊളിക്കാൻ നോക്കുകയാണല്ലേ? നമുക്കിത് ഒഴിവാക്കിക്കൂടെ അമ്മേ? നോ, എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഇനി ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അമ്മേ, DKക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഷട്ട് യുവർ മൗത്ത്. മോനെ, ഇതെങ്ങനെങ്കിലും നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് ഇവൾക്ക് വിഷമാവും. അപ്പൊ എന്റെ വിഷമം അമ്മയ്ക്ക് പ്രശ്നമല്ലേ? ഐ നോ മൈസൺ, എനിക്കെല്ലാം അറിയാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഈ വെഡിങ് ആനിവേഴ്സറി നടന്നേ പറ്റൂ. എങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തിക്കോ. എന്നെയാണ് നിർബന്ധിക്കരുത്. ഇത് സംഗതി ഏറ്റു. ഏട്ടാ, സോറി ഏട്ടാ, ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ. ഈശ്വര, എല്ലാം ഒരു വഴിക്കൊത്തതായിരുന്നു. ഈ ഭ്രാന്തനിത് എന്തിനുള്ള പുറപ്പാടാണ്? ഏട്ടാ, ഈ വെഡിങ് ആനിവേഴ്സറി നടക്കണം. ഏട്ടൻ എന്നെ തല്ലിയതിൽ എനിക്കൊരു വിഷമവുമില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ ശിക്ഷിക്കാനും ശാസിക്കാനും ഏട്ടനേക്കാൾ മറ്റാർക്കാ അവകാശം? ശിവ, അതുകൊണ്ടല്ല. എന്റെ മാനസികാവസ്ഥ. ഏട്ടൻ ഇനി ഒന്നും പറയണ്ട. ഈ വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം. ഇപ്പൊ എന്തായി? അവൻ പറഞ്ഞത് കേട്ടില്ലേ? മോനെ, നീ ഹാപ്പി ആയിട്ട് ഇരിക്കും മൈസൺ. അവനതെല്ലാം പറഞ്ഞു. എനിക്ക് ഒരു കുഴപ്പമില്ല ഏട്ടാ. നശിപ്പിച്ചു, ഇവനിതെല്ലാം നശിപ്പിച്ചു. ഏട്ടാ, സോറി. ഇനി ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ഏട്ടാ, ദേ, ഈ വെഡിങ് ആനിവേഴ്സറി നടക്കണം. പ്ലീസ് ഏട്ടാ, പറ്റില്ല എന്ന് പറയരുത്. മോളെ, അച്ഛാ, അടിപൊളി ആഘോഷമാണല്ലോടി. നിന്റെ ഒരു ഭാഗ്യം. ആഘോഷങ്ങളെല്ലാം ഭാഗ്യമാണെന്ന് കരുതല്ലേ ശരത്? വലിയ ആഘോഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ വലിയ ദുഃഖം വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു പറഞ്ഞാലും ഇതുപോലുള്ള മറുപടിയല്ലേ പറയാൻ അറിയൂ. ഇനി ഇതിന്റെ പേരിൽ രണ്ടുപേരും കൂടി വഴക്കിടാൻ നിൽക്കണ്ട. അല്ല, എനിക്ക് അച്ഛൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? അതൊക്കെയുണ്ട്, പക്ഷേ അത് സസ്പെൻസാ. എടി, എന്നോട് പോലും പറഞ്ഞിട്ടില്ല. സത്യം പറയച്ചാ, എന്താ അച്ഛന്റെ പ്ലാനിങ്? അതെ, ഞാനും പത്മാവതി അമ്മയും തമ്മിലുള്ള ഒരു പ്ലാനിങ്. സമയമാവുമ്പോ നീ അതറിഞ്ഞാ മതി. നീയും. ഓ, എനിക്കിപ്പോ അതറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറയാഞ്ഞത്. DK എവിടെ മോളെ? ഇപ്പഴാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അച്ഛാ, അച്ഛൻ എന്നോട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
അല്ല സ്കേ, ഇപ്പൊ കൊണ്ടുവന്ന കേക്കിന് ഒരു ഫിനിഷിംഗ് പോരാ. നമുക്ക് വേറൊന്ന് വാങ്ങിച്ചാലോ? കേക്കിന് മാത്രമേ ഫിനിഷിംഗ് പോരാന്ന് നിനക്ക് തോന്നുള്ളൂ, അതോ ഇവിടെ കാണുന്ന എല്ലാത്തിനും കുറ്റം പറയണം തോന്നുന്നുണ്ടോ? ഇതേ DKയുടെ അനിയത്തി സ്നേഹത്തോടെ കൊടുത്തുവിട്ട കേക്കാ. ഇതിന്റെ ഭംഗി മറ്റൊന്നിനും കിട്ടില്ല. അല്ല, ഇത്ര പെട്ടെന്ന് എസ്കയുടെ മൂഡ് മാറിയോ? DK രാവിലെ തല്ലിയപ്പോ DKയോട് ദേഷ്യമായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എന്തു പറ്റി? ഇതിന് മറുപടി എന്നെ കൊണ്ട് പറയിക്കണ ഗോകുലേ. ഇനി ഇവിടെ നിന്ന് ചൊറിയുന്ന വർത്തമാനം പറഞ്ഞ നീ എന്റെ കൈയുടെ ചൂടറിയും. ഒരിക്കൽ കിട്ടിയത് നീ മറന്നിട്ടില്ലല്ലോ. നിങ്ങളെന്തിനാ എന്നെ കാണുന്നത്? ഒന്ന് അഭിനന്ദിക്കാൻ. ഓ, അങ്ങനെയുള്ള മര്യാദകളൊക്കെ അറിയാമോ നിങ്ങൾക്ക്? അല്ല, ഇതിപ്പോ എന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? എനിക്ക് അവാർഡൊന്നും കിട്ടിയില്ലല്ലോ എന്നെ അഭിനന്ദിക്കാൻ. നിങ്ങൾക്ക് ഞങ്ങളൊരു അവാർഡ് തരുന്നുണ്ട്. ഇത്രയും സൂത്രക്കാരിയായ ഒരു അപൂർവ ജീവിയെ കണ്ടെത്തിയതിന്. അയ്യോ, നിങ്ങള് കണ്ടെത്തിയെന്നല്ല, ഞങ്ങള് കണ്ടെത്തിന്നാ പറഞ്ഞത്. നിങ്ങളൊരു അപൂർവ ഇന സാധനമാ. എന്തായാലും ഇളയ മകളുടെ കല്യാണം നടത്താനുള്ള മുഴുവൻ ചെലവും DKയുടെ തലയിൽ വെച്ച് കെട്ടിയല്ലോ. വല്ലാത്ത മിടുക്ക് തന്നെയാ. എടി, അതിന് നിനക്കൊക്കെ എന്തു വേണം? ഏട്ടന്മാരായ ഇങ്ങനെയൊക്കെയാ. ചിലപ്പോ അനിയത്തിമാരുടെ കല്യാണം നടത്തിയെന്നൊക്കെ ഇരിക്കും. അതിനെ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നാവിന് നീളക്കൂടുതലാണ് ഞങ്ങൾക്ക് അറിയാം. അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഭാഗം കിട്ടുന്നത് വാങ്ങി മോളുടെ കല്യാണം നടത്താൻ വന്നിട്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നോ? എടി ആന്റി, എന്താ മായി ചെയ്ത്? ഒരു നല്ല ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ അപമാനിക്കുന്നത് ശരിയാണോ? അതിഥിയോ? ഇവരോ? അല്ല, നീ എന്തിനാ ഇവരുടെ വക്കാലത്തിന് വരുന്നേ? അതെ, ഞാൻ ആരുടെയും വക്കാലത്തിന് വരുന്നതല്ല. കേട്ടതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലും ഇവരെ പറഞ്ഞ നിനക്കിപ്പം പൊള്ളും. അതെ, ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ വന്നതേ എന്റെ മോളുടെയും മരുമകന്റെയും വെഡിങ് ആനിവേഴ്സറിക്കായിപ്പോയി. അല്ലെങ്കിലേ എന്റെ വായിലിരിക്കുന്നത് കേട്ടേനെ രണ്ടും. ആന്റി, ആന്റി ഇങ്ങ് വന്നേ. ഇവരോടൊന്നും വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാ വാ. ഇരുന്ന് വാങ്ങാൻ വന്നവരുടെ അഹങ്കാരം കണ്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് സുപ്രിയയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്ന ഒരു ഏർപ്പാടില്ലേ? അതുപോലെ എന്നെ കുറിച്ച് ഓർക്കുമ്പോ ഈ വാച്ചില് നോക്കി സംസാരിക്കയോ ചീത്ത പറയോ ഒക്കെ ചെയ്യാം. എങ്ങനെ? ഐഡിയ സൂപ്പർ അല്ലേ? പിന്നെ എനിക്ക് തരാനുള്ള ഗിഫ്റ്റ് ഒരു കടമായിട്ട് ഞാനങ്ങ് വെച്ചേക്കാം. ഇതിന്റെ വിലയും കൂടി ഞാൻ നിനക്ക് തരുന്ന നഷ്ടപരിഹാരത്തിൽ ചേർത്തോളാം. ആ തുക മതി നിന്റെ ജീവിതം സുരക്ഷിതമാകാൻ. ഈ പെണ്ണിന്റെ സുരക്ഷിതത്വം പണമല്ല, ഒരാണ് നൽകുന്ന വാക്ക. ഏത് പ്രതിസന്ധിയിലും ഞാൻ കൂടെ ഉണ്ടാവുന്നുള്ള വാക്ക്. അത് മാത്രം ചേട്ടന്റെ കയ്യിൽ ഇല്ലാതെ പോയി. ആ, സാരില്ല. അവരെത്തി. ആ, തുളസി. ഹായ് സിധു, അപ്പു. ഹലോ, വെൽക്കം. സുഖല്ലേ? സുഖം. അതെ DK, ജ്യോതി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ജ്യോതി, ജ്യോതിങ്ങി വന്ന് വാ. ദേ, ഇത് രണ്ടുപേരും കൂടി ചേർന്ന് വാങ്ങിച്ച് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അതോളാം. അപ്പൊ പിന്നെ ഈ ഗിഫ്റ്റ് ആര് വാങ്ങിക്കും? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. എന്നാ എല്ലാരും അകത്തേക്ക് വാ. അകത്തേക്കോ?
എല്ലാരും വാ. ഹലോ. ഹലോ ആന്റി. നമസ്കാരം. എന്താ എല്ലാരും ഇതിനെ നോക്കുന്നേ? ഞങ്ങളെ DKയുടെയും ജ്യോതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നാ. ഞാൻ സിദ്ധാർത്ഥ്, സിദ്ധു എന്ന് വിളിക്കും. ഇത് അപർണ, അപ്പു എന്ന് വിളിക്കും. ഞങ്ങൾക്ക് DKയോടും ജ്യോതിയോടും ഒരുപാട് കടപ്പാടുണ്ട്. എന്റെ ജീവൻ രക്ഷിച്ച ആളാ നിങ്ങളുടെ DK. ഇത് തുളസി, കുട്ടിക്കാലം തൊട്ടേയുള്ള എന്റെ കൂട്ടുകാരിയാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് തീരടക്കുക. ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ ഒരിടത്തും പോയിട്ടില്ല. ആദ്യത്തെ യാത്ര ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ആയതിൽ ഒരുപാട് സന്തോഷം. എല്ലാരും വന്നതിൽ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാ. അപ്പോ ഇനി നമുക്ക് കേക്ക് മുറിക്കാം. മൈ ഡിയർ സൺ, ബേട്ടി, രണ്ടാളും ഒരുമിച്ച് കേക്ക് മുറിച്ചോളൂ. മോൻ അവിടെ നിൽക്കും. കേക്ക് മുറിക്കും മക്കളെ. ആ DK, ഇനി കേക്ക് എടുത്ത് ജ്യോതിക്ക് കൊടുക്ക്. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചവരെല്ലാരും കൂടിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.